നമസ്കാരം. ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിൻ്റെ തീരത്തുള്ളൊരു ശാന്തമായ പട്ടണമാണെന്നാണ് പൊതുവായ ധാരണ കേരളീയരുടെ. ഈരാറ്റുപേട്ടയ്ക്കും കോട്ടയത്തിന് പുറത്തുള്ളവരുടെയും ശാന്തമായ, അതാണ് ഇതിലെ പ്രസക്തമായ പ്രധാനപ്പെട്ട വാക്ക്. ശ്രദ്ധിക്കുക. ആ പട്ടണത്തെ സംബന്ധിച്ച് ഈ ശാന്തത എന്നുള്ള ഒരു ആശയത്തെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭഞ്ജിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു തുടങ്ങിയിട്ട് ഏറെക്കാലമായി. കുറച്ചു കാലം മുമ്പ് 2025 കൃത്യമായിട്ട് പറഞ്ഞാൽ ഏപ്രിലാണെന്നാണ് എൻ്റെ ഓർമ്മ, വൻ സ്ഫോടക ശേഖരങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ 2 തവണ ആയിട്ട് അവിടുന്ന് വൻ സ്ഫോടക ശേഖരങ്ങൾ പിടിക്കപ്പെട്ടിരുന്നു. തന്നെയുമല്ല SDPI പോലുള്ള, SDPIയെക്കുറിച്ച് വീണ്ടും പറയുന്നു, നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ കരമാണ് SDPI. രണ്ടും ഒന്ന് തന്നെയാണെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ SDPIയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്ന ഒരു പട്ടണമാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ട പട്ടണം SDPI ഭരിക്കുന്ന ഒരു സാഹചര്യം പോലും ഇടക്കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും അവരുടെ സാന്നിധ്യം അവിടെ വളരെ ശക്തമാണ്. തന്നെയുമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചുള്ള നിരവധി വാർത്തകൾ, അല്ലെങ്കിൽ ആരോപണങ്ങളെന്ന് ഈരാറ്റുപേട്ടക്കാർ പറയുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഈരാറ്റുപേട്ടയിലെ അരുവിത്തറ എന്ന ഭാഗത്ത്, അരുവിത്തറയെ അരുവിത്തറ എന്ന് പറയാൻ പാടില്ല, ഈരാറ്റുപേട്ട എന്ന് തന്നെ പറയണം. കാരണം ഈ അരുവിത്തറയിൽ അരുവിത്തറ പള്ളി പ്രസിദ്ധമായതുകൊണ്ട് അങ്ങനൊരു മുഖമുദ്ര ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ട. ഈരാറ്റുപേട്ടയുടെ മുഖമുദ്ര ഞങ്ങളുടെ മതത്തിൻ്റെ മുഖമുദ്രയായിരിക്കണമെന്ന് നിർബന്ധമുള്ള ഏതോ ഒരു വിഭാഗം ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നപ്പോൾ ഒരു ഡോക്ടറോട് അരുവിത്തറ എന്ന ആ ക്ഷണക്കത്തുകളിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് ജനപ്രതിനിധി തന്നെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നത് നാം കേട്ടതാണ്. തന്നെയുമല്ല, മറ്റൊരു സംഭവം, അവിടുത്തെ ഒരു ഡോക്ടർ, പ്രസിദ്ധനായൊരു ഡോക്ടർ, ഈരാറ്റുപേട്ടക്കാർക്കെല്ലാം പൊതുസമ്മതനായൊരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം അരുവിത്തറ പ്രദേശത്താണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണ ക്ഷണക്കത്തിൽ അരുവിത്തറ എന്ന സ്ഥലം വെച്ചതിന് അദ്ദേഹത്തിൻ്റെ വീട് കയറി പ്രശ്നമുണ്ടാക്കിയ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറച്ചു കാലം മുമ്പ് വരെ, കൃത്യമായി പറഞ്ഞാൽ ഒരു 2 വർഷത്തിന് മുമ്പ് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു. കണ്ടറിഞ്ഞവരാരുമില്ല. കാരണം എല്ലാവരും പറയുന്നു, വീഡിയോകൾ വന്നിട്ടില്ല, ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളും ഹെൽമെറ്റ് ധരിക്കാറില്ല. ഒരാളും എന്നുള്ളത് കുറച്ചൊരു അതിശയോക്തിയായിരിക്കാം. പക്ഷേ ഭൂരിഭാഗം പേരും അവിടെ ഹെൽമെറ്റുകൾ ധരിക്കാറില്ല. പോലീസ് അതിന് നേരെ കണ്ണടയ്ക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായൊരു സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അത് സംബന്ധിച്ചാണ്, ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈരാറ്റുപേട്ട വീണ്ടും വിവാദങ്ങളിലേക്ക് ഉയർന്നു വരുന്നത്. ഒരു ഭാര്യയും ഭർത്താവും ഇന്നോവ കാറിൽ പോയപ്പോൾ മുമ്പിൽ പ്രായപൂർത്തിയായിട്ടില്ലാത്ത പിള്ളേർ, കണ്ടാൽ തന്നെ അറിയാവുന്ന തരത്തിൽ 10-15 വയസ്സുള്ള കൊച്ചു പിള്ളേർ ഇരുചക്ര വാഹനം അപകടകരമായിട്ടുള്ള രീതിയിൽ വെട്ടിത്തിരിക്കുകയും അതിനെ തുടർന്ന് ഇവർക്ക് വണ്ടി ചവിട്ടി നിർത്തേണ്ടി വരികയും ഇവരുടെ പിന്നിൽ മറ്റൊരു വണ്ടി വന്നിടിക്കുക. അതിനെ തുടർന്നുണ്ടായ തർക്കത്തെ സംബന്ധിച്ച് നാട്ടുകാർ ഇടപെട്ട് ഈ പ്രായപൂർത്തിയാകാത്ത പയ്യന്മാരെ രക്ഷിക്കുവാനെന്നുള്ള തരത്തിൽ ഇവർക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുന്നതൊഴികെ എല്ലാ ഭീഷണിപ്പെടുത്തലുകളും ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതിയുമായി ചെന്നപ്പോൾ ഏതാണ്ട് 1.5-2 മണിക്കൂറോളം ഇവർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്ത വിവരം ഒരു വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലൈവായി തന്നെ കേരള സമൂഹത്തെ അറിയിച്ചതാണ്. ഇത് സംബന്ധിച്ചാണ് ഈരാറ്റുപേട്ട വീണ്ടും ചർച്ചകളിലേക്ക് ഉയർന്നു വരുന്നത്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. പൂഞ്ഞാർ പള്ളിയിൽ വൈദികനെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ച ആ ഒരു സംഭവമുണ്ടല്ലോ, ആ സംഭവത്തിലെ പ്രതികളെന്ന് പറയുന്ന പ്രായപൂർത്തിയാകാത്തവർ, ശ്രദ്ധിക്കുക, വീണ്ടും പ്രായപൂർത്തിയാകാത്തവർ അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം കൈകാര്യം ചെയ്ത് പള്ളി പരിസരത്ത് കയറി, പള്ളിയുടെ മുമ്പിലുള്ള പൊതുവഴിയിലോ ഒന്നും വെച്ചല്ല, പള്ളിയുടെ അകത്ത് കയറി, പള്ളിയുടെ അങ്കണത്തിനകത്ത് കയറി, ഗേറ്റിനകത്ത് കയറി അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനങ്ങൾ കൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും അത് തടയാൻ ശ്രമിച്ച വൈദികനെ വണ്ടി തട്ടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തൊരു സംഭവമുണ്ടായി. അതേ തുടർന്ന് പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നപ്പോൾ SDPIയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് പൂഞ്ഞാർ പള്ളിയിലേക്ക് ഒരു മാർച്ച് വരെ ഉണ്ടായി. തുടർന്ന്
മത നേതാക്കളെല്ലാം ഇടപെട്ട് ആ സംഭവം ഏതാണ്ട് തേച്ചു മാച്ച് കളഞ്ഞു. രണ്ട് ഭാഗത്തു നിന്നും ഒരു സമരസമുണ്ടായി. ആ സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലാണ് ഈരാറ്റുപേട്ട ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിലനിൽക്കുന്നത്. കേരളത്തിലുള്ള ഒരു പട്ടണമല്ല, മറിച്ച് ഈരാറ്റുപേട്ട എന്ന രാജ്യത്തിന് ചുറ്റി നിൽക്കുന്ന ഒരു സാധാ സംസ്ഥാനം മാത്രമാണ് കേരളം എന്നുള്ള തരത്തിലാണോ അവിടെയുള്ള ഈ ജിഹാദി കൂട്ടങ്ങൾ ഈരാറ്റുപേട്ടയെ പുനർനിർമ്മിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ള സംശയം പുറത്തുള്ളവർക്ക് ഉയർന്നാൽ അതിനെ കുറ്റം പറയുവാൻ സാധിക്കില്ല. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ സമരസങ്ങൾ ഉണ്ടാകുന്നത് ഭീഷണിയിൽ നിന്നാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് അവിടെയുള്ള ആളുകൾ, ഈ ജിഹാദികളുടെ കൂട്ടത്തിൽപ്പെടാത്തവർ, ഒരു കേരളത്തിലെ ഏറ്റവും പ്രേക്ഷകരുള്ള ഒരു സാമൂഹ്യ മാധ്യമമുണ്ട്. അതിൻ്റെ ഒരു പ്രാദേശിക ലേഖകൻ സ്റ്റാൻലി ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഈ കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി. അദ്ദേഹം ഈരാറ്റുപേട്ടയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നടക്കാറില്ല, വർഗീയ കലാപങ്ങളില്ല, ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ച വിവരങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി തന്നെ മറച്ചു പിടിക്കുന്നു. കൂടാതെ ഈ പള്ളി, പൂഞ്ഞാർ പള്ളിയിലുണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് മതനേതാക്കളെല്ലാം ഇടപെട്ട് ശാന്തമാക്കി സമാധാനിപ്പിച്ചല്ലോ, എന്നിട്ട് ആ കുട്ടികളെ മാറ്റിയല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അതിലെ അപകടം മനസ്സിലായത്. കാരണം കുട്ടികളെ മാറ്റിയല്ലോ, കുട്ടികളെ നന്നാക്കിയല്ലോ, ശിക്ഷിച്ചു എന്ന് പറയുന്നില്ല, അതിന് ശാസിച്ചു എന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. പിന്നെ അദ്ദേഹം ഈ ന്യായീകരണത്തിൻ്റെ ഭാഗമായി പറയുന്നത് ഈരാറ്റുപേട്ടയിലെ മനുഷ്യർ അവിടെ പാക്ക് ചെയ്ത് റെഡി ടു ഈറ്റ് ചക്കപ്പുഴുക്ക് കിട്ടും, ഈരാറ്റുപേട്ടയിൽ വന്നു കഴിഞ്ഞാൽ പുട്ട് കിട്ടും, കടല കിട്ടും, മാവ് കിട്ടും തുടങ്ങിയ ഒരു എന്താ പറയുക, ആളുടെ ഒരു പശ്ചാത്തലം നമുക്കറിയില്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്ത ആണോ ഈ സംഭവത്തെക്കുറിച്ച്, ഇന്ന സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ആളുടെ പശ്ചാത്തലം നമുക്കറിയില്ല എന്നൊരു സാഹചര്യത്തിലാണ് നാം ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്നതെങ്കിൽ ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലേ എന്ന് നമുക്ക് തോന്നും എന്ന്. അത് ദൗർഭാഗ്യകരമാണ്. കാരണം ആ രീതിയിലാണ് ഒരു ന്യായീകരണ ശ്രമം അദ്ദേഹം നടത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് കാലം മുമ്പ്, അതായത് യൂട്യൂബ് എന്ന ഒരു പ്രസ്ഥാനം കയറി വരുന്ന, മേലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന് തൊട്ട് മുൻപ് ഫേസ്ബുക്കും ബ്ലോഗുകളുമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ, അതായത് പ്രചാരമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ. ആ ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തു കൂടിയായ ഒരു യുവതി അവർക്ക് നേരിട്ടൊരു അനുഭവം പങ്കുവച്ചു. അവർ വിദേശത്ത് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അവർ നാട്ടിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തി തിരികെ പോകുവാനുള്ള സമയമായപ്പോൾ നോയമ്പ് കാലമായിരുന്നു, മുസ്ലിങ്ങളുടെ നോയമ്പ് കാലമായിരുന്നു. മലപ്പുറത്ത് കൂടി സഞ്ചരിക്കേണ്ട വന്ന സാഹചര്യത്തിൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി മലപ്പുറം വഴിയാണ് അവരുടെ വീട്ടിൽ നിന്നുള്ള വഴി. അതുവഴി സഞ്ചരിക്കുന്ന വഴി ഈ ഒരു ഉപ്പിട്ട സോഡാ നാരങ്ങ വെള്ളം പോലും കുടിക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കടകളെല്ലാം അടപ്പായിരുന്നു, ഒന്നൊഴിയാതെ അടപ്പായിരുന്നു എന്നുള്ളൊരു അവരുടെ സ്വന്തം അനുഭവം അവർ പങ്കുവച്ചു. അതിനവർ നേരിടേണ്ടി വന്ന ആക്രമണം സമാനതകളില്ലാത്തതായിരുന്നു. നാരങ്ങ സോഡ, ഉപ്പിട്ട സോഡ എന്നൊക്കെ പേര് തന്നെ ഇട്ടുകൊടുത്തു, വട്ടപ്പേര് തന്നെ അവർക്ക് ഇട്ടുകൊടുത്തു. അവർ അത്യാവശ്യം ഇടതുപക്ഷ ചിന്താഗതിയുള്ളൊരു വ്യക്തിയായിരുന്നു. അതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ ഒരു മനോഭാവം കൂടി ആ സംഭവത്തോടനുബന്ധിച്ച് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഇടതുപക്ഷത്തെ പൂർണ്ണമായി ഏതാണ്ട് ഉപേക്ഷിച്ചു. പക്ഷേ ഈ പ്രശ്നവുമായിട്ട് ഞാനും, നമ്മുടെ സുഹൃത്തായതുകൊണ്ട് ഞാനും ഇടപെട്ട് കഴിഞ്ഞ് ഞാൻ അന്ന് മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രമുഖരായിട്ടുള്ള റൈറ്റ് തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ സുഡാപ്പികളുടെയൊക്കെ അപ്പൂപ്പന്മാരായിട്ടുള്ള തീവ്ര ജിഹാദികൾ, കാരണം പലരെയും ആ റൈറ്റ് തിങ്കേഴ്സ് ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്ന പലരെയും ഇപ്പോൾ തിഹാർ ജയിലിലുണ്ട്. NIA വന്ന് വെറ്റിലയും പാക്കും വെച്ച് സ്വീകരിച്ച് സർവ്വ ബഹുമതികളോടെയും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഫേസ്ബുക്കിലുള്ള എഴുത്ത് വഴിയുള്ള വാദപ്രതിവാദങ്ങളാണ്. ഒരു വെല്ലുവിളി ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു, അത് ഇന്നേ വരെ നടപ്പാക്കപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞാൽ നോയമ്പ് കാലം ഇനിയും വരുമല്ലോ. അപ്പോൾ ഇവരിതിന് ഒരു പ്രതിരോധമായി ചെയ്തുകൊണ്ടിരുന്നത് തുറന്ന് നോയമ്പ് കാലത്ത് തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുടെ പട്ടികകൾ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ അപ്പൂസ്, ഹോട്ടൽ ശ്രീകൃഷ്ണ, ഇന്നടം എന്ന് പറഞ്ഞ സ്ഥലം കാണും, ഹോട്ടൽ അപ്പൂസ്, കൊടുവള്ളി അല്ലെങ്കിൽ കൊടുവേലി, മലപ്പുറത്തുള്ള പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളുടെ പേരുകളും അതിൻ്റെ നേരെ എഴുതി ഇതെല്ലാം തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ളൊരു നീണ്ട പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ നോമ്പ് കാലത്തും കടകൾ മലപ്പുറത്ത് തുറക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം വരുമ്പോൾ ഇവർ ഈ പട്ടിക തന്നെ, ഇതിലൊരു മാറ്റവും കാണില്ല. ആദ്യം ഞാൻ ഹോട്ടൽ അപ്പൂസ് എന്നൊരു ഉദാഹരണം പറഞ്ഞാണ്, അതാണ് പേര് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും അടുത്ത വർഷവും നിങ്ങൾ ഈ പോസ്റ്റർ ഒട്ടിപ്പിൽ കാണുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഇവർ തുടരെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വെല്ലുവിളി മുന്നോട്ട് വെച്ചു. നിങ്ങൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതെല്ലാം
മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മലപ്പുറത്ത് ന്യായം പറയുവാനായിട്ട് രഞ്ജിത്തും കൃഷ്ണനുമൊക്കെ വരുന്നുണ്ടല്ലോ. ആ രഞ്ജിത്തോ കൃഷ്ണനോ ഈ നോമ്പ് കാലത്ത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോമ്പ് കാലത്ത് അന്ന് പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു കടയിൽ, മലപ്പുറത്ത് ഈ പട്ടികയിലുള്ള ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് നിന്ന് ഒരു ചായ വഴിയിൽ നിന്ന് കുടിക്കുന്നതായിട്ട് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടൂ. സമ്മതിക്കാം, ഈ പറഞ്ഞതെല്ലാം പിൻവലിച്ച് ഞാൻ മാപ്പും പറയാം. ഈ വെല്ലുവിളി ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പോസ്റ്റർ ഒട്ടിക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ന്യായീകരണത്തിൻ്റെ ഒരു മാരക പരിണാമമാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്ന വ്യക്തി ഈരാറ്റുപേട്ടയെ ന്യായീകരിച്ച് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടോ? ഇദ്ദേഹത്തിന് ആരെങ്കിലും എന്തെങ്കിലും ഗുണഗണങ്ങൾ നൽകി, മെച്ചം നൽകി, അല്ലെങ്കിൽ സംഭാവനകൾ നൽകി ആണോ ഇത് ചെയ്യിപ്പിച്ചതെന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ആരോപിക്കുന്നതുമില്ല. പക്ഷേ ഈ ഒരു ന്യായീകരണം ശുദ്ധമായ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു അഴകുഴമ്പൻ ന്യായീകരണമായിട്ട് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈരാറ്റുപേട്ട പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പട്ടണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യത്തിൽ ഒന്ന് കണക്കെടുത്താൽ ഈരാറ്റുപേട്ട ആ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ വരും. അതുകൊണ്ട് തന്നെ ജിഹാദി ബാധിത പ്രദേശമാണ് ഈരാറ്റുപേട്ട. ഇനിയൊരു ഈ സ്റ്റാൻലി ജോസഫിനെ പോലുള്ള ന്യായീകരണ തൊഴിലാളികളെ മാറ്റി നിർത്തിയാൽ മറുവശത്ത് ഭീഷണിയുമായി ജിഹാദികൾ രംഗത്തുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പട്ടികയൊട്ടിക്കലിൽ നിന്ന് ഭീഷണിയിലേക്ക് അവർ പരിണമിച്ച് ഒരു സ്ഥാനക്കയറ്റം സ്വയം നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വയം നൽകിയിട്ടുണ്ട്. ഭീഷണി എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത്. മിണ്ടിയാൽ ഞങ്ങൾ കേസ് കൊടുക്കും, അതിന് കമൻ്റ് ഇടുന്നവരെ, ലൈക്ക് ചെയ്യുന്നവരുടെ എല്ലാം പേരിൽ ഞങ്ങൾ ഈരാറ്റുപേട്ട നഗരസഭ തന്നെ കേസ് കൊടുക്കും. അതൊക്കെ ഈ പറയുന്ന പോലെ വല്ല താലിബാനി രാജ്യങ്ങളിൽ കേസ് കൊടുക്കാം. കാരണം എന്തിൻ്റെ പേരിലും ആർക്കും കേസ് കൊടുക്കാം. പക്ഷേ ഈ ഒരു നിയമപരമായിട്ടുള്ള നടപടി കോടതിയിലെത്തുമ്പോൾ സാമാന്യബോധമുള്ള ഏതൊരു ന്യായാധിപനും ഇതിനെ കാണുന്ന വഴി എടുത്ത് ചവറ്റുകുട്ടയിൽ കളയും. കാരണം വിമർശനം എന്നുള്ളത്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് കൃത്യമായി ആർക്കും പ്രകടിപ്പിക്കാവുന്നതാണ്. അനുഭവം നേരിട്ടൊരാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് നേരെ അവർ നിയമ നടപടി എടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ ജിഹാദിസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. അതിന് വ്യാജ പ്രചരണം നടത്തുന്ന ഒരാൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ എന്ത് കാര്യത്തിനും എടുക്കണം. കാരണം സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാർത്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രചാരങ്ങളോ നടത്തുന്നവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ എടുക്കണം. പക്ഷേ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഒന്നല്ല രണ്ടല്ല തുടരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. തന്നെയുമല്ല അവിടുന്ന് മാരകമായ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കപ്പെടുന്നു. അതും വൻതോതിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഷോൺ ജോർജിനെയും PC ജോർജിനെയും പോലെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിരുന്നവർ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പൂഞ്ഞാർ പള്ളി പോലുള്ളൊരു ക്രിസ്ത്യാനികൾ പവിത്രമായി കാണുന്ന ഒരു ആരാധനാലയത്തിൻ്റെ മുറ്റത്ത് കയറി ഒരു വൈദികനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനെ പോലും ന്യായീകരിക്കുന്ന ആളുകൾ പറയുന്നത് അതെല്ലാം നമ്മൾ പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയല്ലോ എന്നാണ്. ആ സംഭവത്തിനെതിരെ ഒരു നടപടി, നിയമ നടപടി ഉണ്ടായെന്ന് ഇന്നേ വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാം ഞങ്ങൾ പറഞ്ഞ് സമരസപ്പെടുത്തി സമവായത്തിലെത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു വൈദികനെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ മാപ്പ് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ വൈദികൻ ക്ഷമിച്ചു. കാരണം ക്രിസ്തുവിൻ്റെ പാത ക്ഷമയുടേതാണ് എന്നുള്ള ഭാവത്തിൽ വൈദികൻ ക്ഷമിച്ചു. പക്ഷേ തെറ്റ് തിരുത്തുക എന്നുള്ളൊരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തിടത്തോളം കാലം ഈരാറ്റുപേട്ട സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കും. ഈരാറ്റുപേട്ട പോളണ്ടാണെന്ന് ഇനി പറഞ്ഞാലും, ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞാലും, കൃത്യമായി ഈ വീഡിയോയിൽ കൂടി ഒരു കുടുംബസ്ഥനും ഒരു ഭർത്താവും ഭാര്യയും അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവം വീഡിയോ തെളിവുകളോടുകൂടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയിരിക്കും. അതിന് ഏത് നിയമ നടപടി ഉണ്ടായാലും, അത് ഈരാറ്റുപേട്ടയെ പോളണ്ടായി പ്രഖ്യാപിച്ചാലും അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. കാരണം ജിഹാദികളുടെ ഭീഷണി അംഗീകരിച്ചു കൊടുക്കാൻ ഇത് താലിബാനോ പാകിസ്ഥാനോ പാകിസ്ഥാനിലെ ലിയാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൽ ദൗള രാജ്യമോ അല്ല. ഇത് കേരളമാണ്. കേരളം കേവലം ഭാരതത്തിലെ ഒരു സംസ്ഥാനം മാത്രമാണ്. ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിലെ, ഭാരതത്തിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ആ കൊച്ചു കേരളത്തിലെ ഒരു ചെറിയ പട്ടണം മാത്രമാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിലെ ഒരു ഇത്തരത്തിലുള്ള പ്രക്രിയകളിലൂടെ ഈരാറ്റുപേട്ടയെ ആദ്യം പുനർനിർമ്മിച്ച് അല്ലെങ്കിൽ പുനർക്രമീകരിച്ച് ജിഹാദികളുടെ താവളമാക്കി കേരളത്തെ മൊത്തം ഒരു ഈരാറ്റുപേട്ടയാക്കാം എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ
അടിസ്ഥാനപരമായിട്ട് കേരളത്തെയും ഒരു യൂണിയൻ ടെറിട്ടറി ആക്കുന്ന നടപടികളിലേക്ക് മാത്രമേ അത് കൊണ്ടുചെന്നെത്തിക്കൂ എന്ന് മാത്രമേ അവസാനമായി പറയുവാനുള്ളൂ. എന്തായാലും ഈ സ്റ്റാൻലി ജേക്കബോ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ മറന്നുപോയി, സ്റ്റാൻലി ജോസഫ് ആണെന്ന് തോന്നുന്നു, അത് സ്റ്റാൻലി ജേക്കബ് ആണെന്ന് തോന്നുന്നു, ക്ഷമിക്കണം, പേര് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം, സർനെയിം തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള ആഴകുഴമ്പൻ ജിഹാദികളുടെ വിളയാട്ടമാണ് ഈരാറ്റുപേട്ടയിലെന്ന് പറയുമ്പോൾ അവിടെ റെഡി ടു ഈറ്റ് ചക്കപ്പുഴുക്ക് കിട്ടും എന്ന് പറയുന്നതല്ല ഈരാറ്റുപേട്ടയുടെ മഹിമവർണ്ണനം, അല്ലെങ്കിൽ ഈരാറ്റുപേട്ട നല്ലതാണ് എന്ന് കാണിക്കുന്നത്. ജിഹാദികളെ അവിടെ നിന്ന് പൂർണ്ണമായി നിഷ്കാസനം ചെയ്ത് വേണം ഈരാറ്റുപേട്ടയെ പഴയ ഈരാറ്റുപേട്ടയാക്കി, അരുവിത്തറ ഉൾക്കൊള്ളുന്ന ഈരാറ്റുപേട്ടയാക്കി, അരുവിത്തറയെ അരുവിത്തറ എന്ന് പറയുവാൻ അവകാശമുള്ള ഈരാറ്റുപേട്ടയാക്കി മാറ്റേണ്ടത്. കാരണം ഈരാറ്റുപേട്ട കോട്ടയത്തിൻ്റെ ഭാഗമാണ്. ഈരാറ്റുപേട്ടയ്ക്ക് ചുറ്റുമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം, ഈരാറ്റുപേട്ടയ്ക്ക് ചുറ്റുമുള്ള ഒരു സാമന്ത രാജ്യമല്ല കോട്ടയം. ഈരാറ്റുപേട്ട എന്നുള്ളത് കേരളത്തിലെ കേവലം ഒരു ചെറിയ പട്ടണം മാത്രമാണ്. ആ പട്ടണം ശാന്തസുന്ദരമായൊരു പട്ടണമായിരുന്നു ഒരു കാലത്ത് എന്ന് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു നിലയിലേക്ക് ഈരാറ്റുപേട്ടയെ കൊണ്ടുപോകണമെങ്കിൽ പൂഞ്ഞാറ് പള്ളിയിൽ കാണിച്ച വൃത്തികേട് പോലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന ജിഹാദി കുഞ്ഞുങ്ങളെയും അവർക്ക് പിന്തുണ നൽകുന്ന ജിഹാദി വല്യുപ്പമാരെയും തൂത്തുവാരിയെടുത്ത് തിഹാറിലേക്ക് അയക്കുവാനുള്ള നടപടികൾ ഈരാറ്റുപേട്ടക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കേരള സമൂഹം ചെയ്യണം. ഇത്തരത്തിലൊരു നടപടികളും ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഈരാറ്റുപേട്ടക്കാർക്കാണ് അതിൻ്റെ ചീത്തപ്പേര്. അതിൽ ഖേദിച്ചിട്ട് കാര്യമില്ല. ചക്കപ്പുഴുക്കുമായി ന്യായീകരിക്കാൻ വന്നിട്ടും കാര്യമില്ല. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.